നാമം എന്ന് പറഞ്ഞാൽ നെയിം. അപ്പൊ ഈ കാലവും കുലവും നാമവും കൂടി ചേർന്ന ടൈം, എത്നിക് റേസ്, നെയിം, ഇത് മൂന്നും കൂടി ചേരുന്നതാണ് സ്പേസ് എന്ന് നമ്മൾ പറയുന്ന വസ്തു. സ്പേസ് ടൈം കണ്ടിന്യൂം എന്ന് പറയുന്നത്, ടൈമും കൂടി ഉണ്ടല്ലോ, സ്പേസ് ടൈം കണ്ടിന്യൂം ആണ് ഈ മൂന്നും കൂടി ചേരുന്നത്. പിന്നെ ജ്ഞാനം, ചിത്തം, നാദം, ബിന്ദു. ജ്ഞാനം വിസ്ഡം, നോളജ്, ശരിക്കുള്ള വിസ്ഡം, നോട്ട് ദ ഇൻഫർമേഷൻ അല്ല, വിസ്ഡം. ചിത്തം ദ മൈൻഡ് വിത്ത് യുവർ ഇന്റലക്ട്. നാദം the voice of silence, starting from the voice of silence up to the spoken word വരെയുള്ള എല്ലാം ഉൾപ്പെട്ട നാദം. ബിന്ദു, ബിന്ദു ഈസ് ദ സെന്റർ ഓഫ് ദ ശ്രീചക്ര, ആസ് ദ ആത്മൻ. ഇതെല്ലാം പുറപ്പെടുന്ന സ്ഥലം. ഇനി ഇപ്പം അതെല്ലാം ചേർന്നതാണ് 5, അതാണ് 5, 6, 7, 8 ബിന്ദുക്കളെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് എടുത്തു. പിന്നെ ബാക്കി 2 ഈ 4ാമത്തെ സാധനം ജീവനാണ്, 9ാമത്തെ സാധനം കലയുമാണ്. അത് രണ്ടും, ഈ ജീവൻ എന്താ? ദ പ്രിൻസിപ്പിൾ വിച്ച് എൻജോയ്സ് ദ ഫ്രൂട്ട്സ് ഓഫ് കർമ്മ ആൻഡ് ദ സെൻസസ്. അതാണ് ഈ ജീവൻ, ജീവാത്മാവ്. ആൻഡ് കല ആർ ദ 51 ലെറ്റേഴ്സ് ഓഫ് ദ ആൽഫബറ്റ് വിത്ത് വിച്ച് യു മേക്ക് യുവർ വേർഡ്, സ്പോക്കൺ വേർഡ്. സോ ഇതെല്ലാം ചേർന്നതാണ് ആ 9 വ്യൂഹങ്ങൾ. കാല കുല നാമ ജ്ഞാന ചിത്ത നാദ ബിന്ദു കലകളെല്ലാം ചേർന്നതാണ്. ഈ ആദ്യത്തെ 3 കാലദേശ സീമിതമാണ്, സ്പേസ് ടൈം സീമിതമാണ്. അതിനെ ജീവൻ മാത്രം, ഈ ഭൂമിയിൽ ജീവിക്കണ ജീവൻ മാത്രമേ അതിനെപ്പറ്റി ആലോചിക്കുന്നുള്ളൂ. കാരണം ഈ ഭ്രമണം കൊണ്ടൊക്കെ ഉണ്ടാവുന്ന സാധനങ്ങൾ, നമ്മൾ കാണുന്ന സാധനങ്ങൾ, അതിനെ ഭുജിക്കുന്നത് ജീവനാണ്. ജ്ഞാനത്തിന്റെയും ചിത്തത്തിന്റെയും നാദത്തിന്റെയും ഒരംശം മാത്രമേ ജീവൻ ഭുജിക്കുന്നുള്ളൂ. അതായത് ആ ജീവന്റെ ഇന്ദ്രിയത്തിന് ഗ്രാഹ്യമായ അറിവ്, മനസ്സ്, വൈഖരി എന്നിവ ആൾക്കറിയണതല്ലേ ആള് ഭുജിക്കുന്നുള്ളൂ. പക്ഷെ ലോകത്തിൽ അതിനേക്കാളും കൂടുതൽ എത്രയോ ഉണ്ടാവുമല്ലോ, അത് ഭുജിക്കുന്നില്ല. വളരെ ഒരു പാർട്ട് മാത്രമേ ഒരു ജീവൻ ഭുജിക്കുന്നുള്ളൂ. അതിൽ യഥാർത്ഥമായ ജ്ഞാനവും ബുദ്ധിപ്രകാശവും പശ്യന്തി ഇവയും ഒക്കെ ഇതൊക്കെ ബിന്ദുവിലാണ് ലയിച്ചിരിക്കുന്നത്. അവ മാത്രമേ, അതിൽ ലയിച്ചിരിക്കുന്ന സാധനം മാത്രമേ നമ്മളെ മരണത്തിൽ പോലും, മരണാനന്തരം, മരണത്തിന് മുൻപും പിൻപും വാസനകളായിട്ട് നമ്മളെ പിന്തുടരുന്നത്. അത് മാത്രമേ ഉള്ളൂ. ഈ പുറത്തുള്ളതൊന്നും നമ്മളെ പിന്തുടരുന്നില്ല. നവാത്മകത്വം ശംഭുവിനും പ്രപഞ്ചരൂപമായ ദേവിക്കും ഓരോ വ്യക്തി ശരീരങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. അതായത് കോസ്മിക് ആയിട്ടുള്ള ബ്രഹ്മാണ്ടത്തിനും ഈ ചെറിയ ശരീരത്തിന്, അതൊരു ചെറിയ ഉറുമ്പിന്റെ ശരീരമായാൽ പോലും അതിനെപ്പോലും ഇതേ രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അതുകൊണ്ട് ഇതിനെ ഉഭയസാധാരണ, ഇറ്റ്സ് എ യൂണിവേഴ്സൽ കോമൺ ക്ലാസ് ഡിവിഷൻ ഓഫ് അവർ സ്ട്രക്ചർ. നമ്മുടെ സ്ട്രക്ചറിനെ, അതായത് പിണ്ടാണ്ടത്തിന്റെ സ്ട്രക്ചറിനെ, ഒരു ചെറിയ ഉറുമ്പ് മുതൽ ആന വരെയുള്ള എല്ലാത്തിന്റെ സ്ട്രക്ചറും എൻ്റയർ കോസ്മോസിന്റെ സ്ട്രക്ചറും ഒരേപോലെ 9 ഖണ്ഡമായിട്ട് ഭാഗിച്ച് അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വിച്ച് ഇസ് എ ഉഭയസാധാരണത ഓർ യൂണിവേഴ്സലി കോമൺ ഡിവിഷൻ ഓഫ് എനിത്തിങ്. കാലത്തിന്റെ കണ്ണായ സൂര്യനെ ദേവിയുടെ വക്ഷോജമായിട്ട് ഇവിടെ കരുതിയിരിക്കുന്നു. ശിവന്റെയും ശിവയുടെയും അവയവങ്ങളെ ബാലൻസ് ചെയ്തുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ശിവന്റെ രൂപത്തിലുള്ള ആനന്ദ ഭൈരവനും ദേവീ രൂപത്തിലുള്ള മഹാഭൈരവിയും ഒന്ന് തന്നെയാണ്. അത് അതീന്ദ്രിയ ബോധത്തെ കുറിക്കുന്ന ഒരു നാമമാണ്, ട്രാൻസെൻഡന്റൽ കോൺഷ്യസ്നസ്. അവ യിന്നും യാനും പോലെ ചൈനയിൽ പരസ്പര പൂരകങ്ങളായ അർദ്ധനാരീശ്വരന്മാരാണ്. ശിവശക്തികളുടെ ആധേയ ഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്ന ശ്ലോകമാണ് ഇത് എന്ന് പണ്ഡിതന്മാരെ പറഞ്ഞിരിക്കുന്നു. ഇനി ഉത്തരകൗലന്മാരുടെ സമയാചാരമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്.